കൊണ്ടു ചെന്നെത്തിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ എത്രയോ ഘോരത്വം നിറഞ്ഞതായ വാർത്തകളാണ്. ഇനിയൊരിക്കലും കേൾക്കാനും കാണുവാനും ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നീറുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകൾ. എന്താണ് മനുഷ്യ മനസ്സിനെ ഇത്രമാത്രം മലിനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ നിരാശയും അതുപോലെ ജീവിതത്തിൽ ദുരന്തങ്ങളും സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അത് അവശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് മനുഷ്യനില്ലാതാക്കി തീർക്കുന്ന ഈ ദുഷ്പ്രവണതയ്ക്ക് പിന്നിൽ എന്ന് വിശുദ്ധ ബൈബിളിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് മനുഷ്യനെ ഇത്ര അധമനായി നിഷ്ഠൂരന്മാരാക്കി മാറ്റുന്നതിൻ്റെ ഘടകമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാപത്തിൻ്റെ ശക്തിയാണെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് പാപം? ലക്ഷ്യം തെറ്റുക, ദിശ മാറി സഞ്ചരിക്കുക, വഴിമാറി സഞ്ചരിക്കുക എന്നിത്യാദി പദങ്ങളിലൂടെ പാപത്തെക്കുറിച്ച് നമുക്ക് വിവക്ഷിക്കാനായിട്ട് കഴിയും. എവിടെയാണ് മനുഷ്യൻ ലക്ഷ്യം തെറ്റിപ്പോകുവാനിടയായത്? സനാതനനായ ദൈവം, നിത്യനായ ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച് തൻ്റെ കരങ്ങൾ കൊണ്ട് കമനീയമായി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി ദൈവകൽപ്പന ലംഘിയായി തീർന്ന നിമിത്തമായി അതുവരെ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ദൈവമായിട്ട് ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന ദൈവമായിട്ട് സഹവർത്തിത്വമുണ്ടായിരുന്ന മനുഷ്യൻ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദൈവം മറയപ്പെടുവാനിടയായി. എന്താണ് സംഭവിച്ചത്? പാപം ചെയ്ത നിമിത്തമായി മരണം മനുഷ്യനിൽ പ്രവേശിക്കുവാനിടയായി. പാപത്തിൻ്റെ അനന്തര ഫലമെന്ന വണ്ണം പാപ സ്വഭാവങ്ങൾ മനുഷ്യനിലേക്ക് വരുവാനിടയായി. അങ്ങനെ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് നിത്യമരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പാപത്തിന് പരിഹാരമായി പല മാർഗങ്ങൾ അവലംബിക്കുവാനിടയായി. കർമ്മമാർഗങ്ങളിലൂടെ, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, ജപങ്ങളിലൂടെ, തപങ്ങളിലൂടെ, പുണ്യ തീർത്ഥാടന സഞ്ചാരങ്ങളിലൂടെ പാപമോക്ഷത്തിന് വേണ്ടി, പരബ്രഹ്മം പുൽകുവാൻ വേണ്ടി, നിത്യത കൈവരിക്കുവാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിച്ചിട്ട് അതെല്ലാം പാപത്തെക്കുറിച്ചുള്ള താൽക്കാലിക ഓർമ്മപ്പെടുത്തലല്ലാതെ പാപത്തിന് സമൂലമായൊരു മാറ്റം വരുത്തി ജീവിതത്തെ മെച്ചമായ നിലവാരത്തിലേക്ക് നയിക്കുവാനോ സമാധാനത്തിലേക്ക് നയിക്കുവാനോ കഴിയാതെ മനുഷ്യൻ വേദനാജനകം അനുഭവങ്ങൾ പേറിക്കൊണ്ട് നിത്യമരണത്തിലേക്ക് നടന്നെടുക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പാപത്തിൻ്റെ അനന്തരഫലമെന്ന വണ്ണം മനുഷ്യനിലേക്ക് ആസക്തിയുടെ, ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തിയുടെ, ദുശീലങ്ങളുടെ ആസക്തിയിൽ മനുഷ്യൻ ആണ്ടുപോകുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ വിവിധമായ കർമ്മ പരിപാടിയിലൂടെ മനുഷ്യൻ്റെ സമാധാനത്തിനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും ജീവിതം മെച്ചമായ നിലവാരത്തിലേക്ക് പടുത്തുയർത്തുവാനും വിവിധ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്, മതത്തിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധമായ ഘടകങ്ങൾ മനുഷ്യൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയാതെ ആയിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടമല്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് എത്രയോ ഘോരത്തിൽ നിറഞ്ഞ വാർത്തകളാണ് കൊലയ്ക്കും അക്രമ അനിഷ്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആയിരിക്കുന്നത്. പിതൃത്വത്തിൻ്റെ പവിത്രതയും സ്നേഹവും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം കുഞ്ഞുങ്ങളിൽ കാമത്തിൻ്റെ ആസക്തി തീർക്കുന്ന പിതാക്കന്മാരുള്ള വല്ലാത്തൊരു കാലഘട്ടം. മാതൃത്വത്തിൻ്റെ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയാൻ കഴിയാതെ നൊന്ത് പ്രസവിച്ച ഓമന കുഞ്ഞുങ്ങളെ തെരുക്കോടിൽ വലിച്ചെറിയുന്ന മാതാക്കളുള്ള കാലഘട്ടം. അതുപോലെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയോ ഒരൽപ്പം നാണയത്തുട്ടുകൾക്ക് വേണ്ടിയോ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ പച്ചമാംസത്തിൽ കത്തികുത്തി കയറ്റി അവനെ ഇഹലോകവാസം വെടിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. സ്നേഹമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ പാപത്തിന് അധീനപ്പെട്ട് ആ നിലവാരത്തിൽ ജീവിതം വേദനയോടെ കഴിച്ചു കൂട്ടുമ്പോൾ പാപത്തിന് എവിടെയാണ് ഒരു പരിഹാരം വരുന്നത്? എവിടെയാണ് മനുഷ്യൻ സ്വസ്ഥത കണ്ട് കൈവരിക്കാൻ കഴിയുന്നത്? എവിടെയാണ് മനുഷ്യന് യഥാർത്ഥമായ സന്തോഷം കൈവരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് മറുപടി വിശുദ്ധ ബൈബിൾ തരുന്നു. എന്താണ് ആ ചോദ്യത്തിന് മറുപടി? കാലപ്രസക്തിയുള്ള ഒരു സന്ദേശം ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുണ്ട്. അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. എന്താ സുവിശേഷത്തിന്റെ സന്ദേശം? വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയാനിടയായി,
ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. അതെ, സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കന്യകയിലൂടെ അവനിൽ അവതരിച്ച ശ്രീ യേശു ക്രിസ്തുവിലൂടെ മാനവവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, പാപമംഗുലമായ ജീവിതം നയിച്ച് നിത്യമരണത്തിലേക്കും നിത്യനാശത്തിലേക്കും നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്ന, ജീവിതത്തെ അടിമുടി പണിയപ്പെടുവാൻ കഴിയുന്ന ഒരു സുവിശേഷത്തിന്റെ സന്ദേശമുണ്ടെങ്കിൽ അത് ഈ പകൽ ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് നിങ്ങളെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളാക്കി തീർക്കുവാൻ കഴിയുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കാം, എന്താ സ്നേഹിത ഇങ്ങനെ നിങ്ങളെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന്, അതിന് പിന്നിൽ ചലിക്കുന്ന ചേതോ വികാരം എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഞാനും കോട്ടയം ടൗണിൽ ഒരു മെക്കാനിക്കായി ജോലി ചെയ്ത് പാപമംഗുലമായ ജീവിതം നയിച്ച് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ആ നിലവാരത്തിൽ സ്വസ്ഥതയില്ലാതെ സ്വൈര്യതയില്ലാതെ ജീവിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഞാനും. സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കുവാനിടയായി. എന്നാൽ അതെല്ലാം അസമാധാനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് ജീവിതത്തിൽ നിരാശ പേറിക്കൊണ്ട് ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. പല ഉപദേശങ്ങളും പലരും അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പല മാർഗങ്ങളിലൂടെ വരുവാനിടയായി. എന്നാൽ അതൊന്നും ജീവിതത്തിൽ സ്വസ്ഥത വരുവാൻ കഴിയാതെ, സമാധാനമില്ലാതെ ഒരു തുണ്ട് കയറിലോ ഒരൽപ്പം വിഷക്കുപ്പിയിലോ ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നീറിപ്പുകഞ്ഞ് നിരാശയോടെ ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഏതെങ്കിലും ഇഷ്ടങ്ങളല്ല, തത്വസംഹിതകളല്ല, പ്രത്യയശാസ്ത്രങ്ങളല്ല, പിന്നെയോ ഇതുപോലെ ജീവിതത്തിൻ്റെ നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ ഞാൻ കേട്ട സുവിശേഷത്തിന്റെ സന്ദേശമാണ് എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, താങ്കളുടെ ജീവിതം എത്ര പ്രതികൂലം നിറഞ്ഞതാകട്ടെ, എത്ര നീറുന്ന നിരാശയിലൂടെ ജീവിക്കുന്ന വ്യക്തി ജീവിതമാകട്ടെ, എത്ര തകർന്ന ജീവിതത്തിന് ഉടമയാകട്ടെ, താങ്കളെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ മെച്ചമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനം തരുവാൻ ഈ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലൂടെ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. അതിന് ഞങ്ങൾ സാക്ഷികൾ. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തു പറയാനിടയായി, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. ലോകം തരുന്ന സമാധാനവും സന്തോഷവും ഒക്കെ നൈമാനുഷികമാണ്, ക്ഷണികമാണ്. ക്ഷണികത നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ ക്ഷണഭംഗുരമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മരണം അതിൻ്റെ തണുത്ത കരങ്ങൾ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മെ സ്പർശിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മരണത്തിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല, മറിച്ചു മരണത്തിനപ്പുറമായ ഒരു നിത്യ യാഥാർത്ഥ്യമുണ്ട്, ഒരു നിത്യജീവിതമുണ്ട്. അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിവിധ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണത്തിനപ്പുറമായി ഒരു നിത്യജീവിതമുണ്ട്. എന്നാൽ മരണത്തിനപ്പുറമായി എന്ത് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് വ്യക്തമായോ കൃത്യമായോ മറ്റ് മതങ്ങളോ മറ്റ് സംഹിതകളോ പറയാൻ കഴിയാതിരിക്കുമ്പോൾ മരണത്തിനപ്പുറം എന്താണെന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശ്രീ യേശു ക്രിസ്തു പറയാനിടയായി, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, മരണം കൊണ്ട് പരാജയപ്പെടുത്തിയ മഹാദൈവമാകുന്ന യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി ഇന്ന് പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ കഴിയുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, യേശു ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് മോചനം വരുവാൻ ആഗ്രഹമുണ്ട്, മദ്യപാനത്തിൽ നിന്ന് മോചനം വരുവാൻ ആഗ്രഹമുണ്ട്, അസാൻമാർഗ മാർഗത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഈ സ്നേഹത്തിന്റെ സന്ദേശത്തിന് കഴിയുമെന്ന് ഞാനും പൂർണ്ണമായും വിശ്വസിക്കുന്നു. യേശു പറയാനിടയായി, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുവാനിടയായി. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ ആ നിർമ്മല രക്തം, കാൽവറിയിൽ ഒഴുക്കിയ ആ പുണ്യാക രക്തം കൊണ്ട് നിങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാനിടയാകും. അത് ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, ഇവിടെ അനേക മഹാന്മാർ, ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ ജനിച്ച് ജീവിച്ച മണ്ണാണ്. എന്നാൽ അവിടെയൊക്കെ കല്ലറകൾ അടയപ്പെട്ട് കിടക്കുമ്പോൾ, അവിടെയൊക്കെ
ആശയങ്ങളും തത്വസംഹിതകളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ അവരിലൂടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സുവിശേഷത്തിന് പറയാൻ കഴിയുന്നത് ജീവൻ തരുവാൻ കഴിയുന്ന, സമൃദ്ധിയായ ജീവൻ തരുവാൻ കഴിയുന്ന, നിത്യ സന്തോഷം തരുവാൻ കഴിയുന്ന ഈ സുവിശേഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് മരണം അതിൻ്റെ തണുത്ത കരങ്ങൾ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മെ സ്പർശിച്ച് നാം ഈ ആറടി മണ്ണിൽ ഉറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിൽ നാം കഴിക്കുന്ന അത്താഴം അവസാനത്തെ അത്താഴമാണെന്ന് ആര് കണ്ടു? ഇന്ന് നമ്മൾ ഉറങ്ങുന്നത് നാളെ ഉണരാത്തൊരു അനുഭവത്തിലേക്കാണെന്ന് ആര് കണ്ടു? മരണത്തിൻ്റെ അനുഭവം നമ്മെ പേറുന്നതിന് മുമ്പായി യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് വിശ്വസിക്കുവാൻ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഏത് കുലത്തിലോ ജനിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതമായിക്കൊള്ളട്ടെ, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയുമെന്ന്, യേശു ക്രിസ്തുവിലൂടെ കഴിയുമെന്ന് ഞങ്ങൾ ഉറക്കെ ഉച്ചസ്ഥരം അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കുവാൻ മതിയായതായ ദൈവവചനമാണ്. അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയാം. അതുകൊണ്ട് നിങ്ങളുടെ നാണയത്തുട്ടുകളോ നിങ്ങൾ എന്തെങ്കിലും നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ ചോദിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് യേശു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മോചനം വരുവാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ദൈവദാസന്മാർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ട്.